വീണ്ടും ശക്തി തെളിയിക്കാൻ നരേന്ദ്രമോദിയും കുമ്മനവും എത്തുമ്പോൾ ആർഎസ്എസ് തകർക്കുമോ? തലസ്ഥാനത്ത് എന്ത് പോരാട്ടമായിരിക്കും? ഇതാണ് നരേന്ദ്രമോദിയുടെ സ്റ്റൈൽ എന്ന് എല്ലാവരും പറയുന്നു. കുമ്മനത്തെ വിളിക്കുന്നു, മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് എത്തുന്നു, തിങ്കളാഴ്ച എത്തും. അതിനു മുൻപേ പ്രചാരണം തുടങ്ങിയിരിക്കുന്നു. എല്ലാ ചുക്കാനും ആർഎസ്എസിന്റെ കയ്യിൽ. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും മുൻപേ കുമ്മനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് ചുവരെഴുത്ത് തുടങ്ങിയിരിക്കുകയാണ്. ശശി തരൂരും സി ദിവാകരനും ചുവരെഴുത്തും പ്രചാരണവും ശക്തമാക്കി തുടങ്ങിയതോടെയാണ് കുമ്മനത്തിന് വേണ്ടിയും പ്രചാരണം തുടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെത്തുന്ന കുമ്മനത്തിന് വൻ സ്വീകരണ പരിപാടിയാണ് ബി.ജെ.പി. നേതൃത്വം തിരുവനന്തപുരത്ത് ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുമ്മനത്തിന്റെ രാജിപ്രഖ്യാപനം വന്നയുടൻ തന്നെ തലസ്ഥാനത്തെ ബി.ജെ.പി. പ്രവർത്തകർ കുമ്മനം രാജശേഖരന് വേണ്ടി പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും കുമ്മനത്തെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ചുവരെഴുത്തും പാർട്ടി പ്രവർത്തകർ തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്തെത്തുന്ന കുമ്മനത്തിന് വിപുലമായ സ്വീകരണ പരിപാടികളാണ് പാർട്ടി നേതൃത്വം ഒരുക്കുന്നത്. ശശി തരൂരും സി ദിവാകരനും പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞ മണ്ഡലത്തിൽ കുമ്മനം കൂടി എത്തുന്നതോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ആദ്യം കടന്ന മണ്ഡലമാകും തിരുവനന്തപുരം. ശക്തമായ ത്രികോണ മത്സരമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നതും. തിങ്കളാഴ്ച കുമ്മനം രാജശേഖരൻ തലസ്ഥാനത്തെത്തുമെന്ന് ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ആർഎസ്എസ് ആയിരിക്കും കുമ്മനത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുക. ഒപ്പം നിൽക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകി കഴിയുകയും ചെയ്തു. നേരത്തെ തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടവരെ ആർഎസ്എസ് നിയോഗിച്ചു കഴിഞ്ഞു. തലസ്ഥാനത്തെത്തുന്നതിന് മുൻപ് തന്നെ വിവിധ സാമുദായിക നേതാക്കന്മാരുമായി കുമ്മനം ആശയവിനിമയവും നടത്തിയിട്ടുണ്ട്. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി കുമ്മനം രാജശേഖരൻ എത്തുന്നതോടെ സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് പുത്തൻ ഉണർവുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറെ വിജയസാധ്യത കൽപ്പിക്കുന്ന തിരുവനന്തപുരത്ത് കുമ്മനത്തിന്റെ വിജയത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും പുറമെ ബി.ജെ.പിയുടെ മുൻനിര നേതാക്കളും കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാനികളെല്ലാവരും തിരുവനന്തപുരത്ത് പ്രചാരണത്തിന് എത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും സ്മൃതി ഇറാനിയും രാജ്നാഥ് സിംഗും വിവിധ ദിവസങ്ങളിലായി കുമ്മനത്തിനു വേണ്ടി പ്രചാരണത്തിനായി തലസ്ഥാനത്തെത്തും. അതായത് ഇതുവരെ കാണാത്ത ഒരു കലി തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് കാണാൻ പോകുന്നത്. ഒരു വലിയ പടപ്പുറപ്പാടിന്റെ ശ്രമത്തിലാണ് ബി.ജെ.പി. അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ഇത്തവണ തലസ്ഥാനത്ത് അംഗം മുറുകും. പുതിയ യുദ്ധതന്ത്രങ്ങൾ തന്നെയായിരിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികളും പയറ്റുക. ഏതായാലും മോദി ശക്തി വീണ്ടും തെളിയിക്കാൻ, തലസ്ഥാനത്ത് മിന്നിക്കാൻ കുമ്മനം രാജശേഖരൻ എത്തുമ്പോൾ ആർഎസ്എസ് ആ ചുക്കാൻ തകർത്ത് തന്നെ പിടിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.